ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ 10ാം ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറിയ കുറും കാണുന്നത് നായകളെക്കുറിച്ചുള്ള വിവാദം, അതേപോലെ തെരുവ് നായ്ക്കൾക്ക് സമാനമായ ചില മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ. എന്തായാലും ഒരു നായകളിയാണ്, പട്ടികളിയാണ് സമൂഹത്തിലാകെ നടക്കുന്നത്. 2 പയ്യന്മാർ ഒരു പെൺകുട്ടിയെ വളച്ചെടുത്തു കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞു അവരെ പോലീസ് പിടിച്ചു എന്നെല്ലാമുള്ള ഒരു വാർത്ത ഇന്ന് കേൾക്കുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു കന്യമാസത്തിലാണ് കേരളത്തിലെ 12 മാസവും എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ കാരണം നമ്മുടെ പാരമ്പര്യമായ മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ കുട്ടിക്കാലത്തെ കുട്ടികൾക്ക് പകർന്നു നൽകുകയില്ല. അവർക്ക് കിട്ടുന്ന ഒരു വിഭാഗം കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകൾ അവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഏറ്റവും ആദ്യം കിട്ടുന്ന അറിവ് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. ജനിച്ചു വീണാൽ ആദ്യം കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയും ആ മൊബൈൽ ഫോണിൽ അവർ മാസ്റ്റർ ആവുകയും പിന്നീട് അതിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണാത്തതെല്ലാം അവർ കാണുകയും നമ്മൾ കേൾക്കാത്തതെല്ലാം അവർ കേൾക്കുകയും ഇങ്ങനെ ഈ രീതിയിൽ അവർ അതിൻ്റെ അധിപന്മാരായി മാറി അതിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ മുഴുവൻ. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. ചീത്തയായത് എപ്പോഴും പെട്ടെന്ന് ഉൾക്കൊള്ളും, നല്ലത് ഉൾക്കൊള്ളാൻ നമുക്ക് പ്രയാസം വരും. ഇത് സനാതന ധർമ്മത്തിലെ ഒരു നിയമമാണ്. പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരായി കിടക്കുന്ന ആ നിയമങ്ങളെയാണ് നമ്മൾ സത്യത്തിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇവിടെ പലരും പറയുന്നത് പോലെ അത് കുറച്ച് ദേവന്മാരും വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് അങ്ങനെയുള്ള ആ ഒരു ദേവ പരമ്പരയെക്കുറിച്ചുള്ള, അവരുടെ ഒരു ഭരണത്തെക്കുറിച്ചുള്ള, അതിൻ്റെ ഏറ്റവും അവസാന കണ്ണിയായ മനുഷ്യനെക്കുറിച്ചുള്ള, മനുഷ്യൻ ഭരിക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമൊന്നുമല്ല. അത് പ്രപഞ്ചത്തിൽ ഏകദേശം 18ഓളം കോൺസ്റ്റൻറ്റുകളുണ്ട്. ഈ കോൺസ്റ്റൻറ്റുകൾ ഉണ്ടായത് അതിൽ ഒരു ഗ്രാവിറ്റി ഇത്രയുണ്ടെങ്കിലേ ഭൂമിയിൽ മനുഷ്യനുണ്ടാവുള്ളൂ, ജീവജാലങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഗ്രഹാന്തരങ്ങളിലൊക്കെ നമ്മൾ ജീവൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ കണ്ടീഷൻ, ഭൂമിയിലെ അതേ കണ്ടീഷൻ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ജീവന്റെ സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രം കണക്കൂട്ടുന്നത്. ആ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവൻ നിലനിൽക്കാനും ജീവൻ വളരാനും ജീവൻ പരിണാമപ്പെടാനും എല്ലാമായിട്ട് കുറച്ച് നിയമങ്ങൾ പ്രകൃതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളെയാണ് സത്യത്തിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് സനാതനധർമ്മം ഏത് ജാതി മത ആചാര വിശ്വാസികൾക്കും പാലിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ നിയമങ്ങൾക്ക് അടിമയാണ് നമ്മൾ. അല്ലെങ്കിൽ ആ നിയമത്തിൽ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഭൂമി ഉണ്ടാവില്ല, ജീവജാലങ്ങൾ ഉണ്ടാവില്ല, മനുഷ്യന്റെ കാര്യം പറയാനുമില്ല. അപ്പോൾ ഈ നിയമത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടത്, നമ്മുടെ മനസ്സ് സൃഷ്ടിക്കപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ സാമൂഹ്യ ജീവിതം പോലും അതിനനുസൃതമായിട്ടാണ് രൂപപ്പെട്ടത്. ഇതൊന്ന് ആഴത്തിൽ ഇരുന്ന് ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ സനാതന ധർമ്മത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ആദ്യം ഈ സത്യം മനസ്സിലാക്കുക. പ്രപഞ്ച നിയമങ്ങളെയാണ് നാം സനാതന ധർമ്മം എന്നത് വാക്കുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്. സത്യത്തിൽ അത് തന്നെയാണ് സനാതന ധർമ്മം. സനാതന ധർമ്മത്തെ, സനാതനം എന്ന് പറഞ്ഞാൽ ശാശ്വതമായത് എന്നുമുള്ളത്, ധർമ്മം എന്ന് പറഞ്ഞാൽ ലോസ് എന്ന് കരുതിയാൽ മതി തൽക്കാലം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിയമങ്ങൾക്ക് അടിമയാണ്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് ഈ പ്രപഞ്ചത്തിലെ ഒരു നിയമമാണ്. അത് ഭൂമിയുടെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളുടെയും കാര്യത്തിൽ മാത്രമല്ല, ജനനത്തിലും മരണത്തിലും നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലും എല്ലാം ആ നിയമം ബാധകമാണ്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ട് അയാൾക്ക് ശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ മറ്റേതെങ്കിലും തരത്തിൽ അവിടെ കിട്ടിയിട്ടുണ്ടാവും. അത് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. പല പുനർജന്മ കഥകളിലും പല ആത്മാക്കളുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഈ വസ്തുത ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തെരുവിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ജീവികളുണ്ട്, പ്രത്യേകിച്ചും തെരുവ് നായ്ക്കൾ. ഇവരൊക്കെ മുൻജന്മങ്ങളിൽ ഇവിടെ മറ്റുള്ളവരെ ദ്രോഹിച്ച് അർമാദിച്ചവരുടെ ആത്മാക്കൾ പുനർജനിച്ചതാണെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്നാണ് നിങ്ങൾ പെട്ടെന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ്, ജീവിക്കുന്ന തെളിവാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനിവിടെ വിവരിച്ചത്. ഒരു മനുഷ്യൻ തന്നെ, ഒരു ആത്മാവ് തന്നെ ഒരു നായയായി പുനർജനിച്ച, ഇങ്ങനെ നിങ്ങളോടൊട്ടി നിൽക്കുന്ന പല അത് ജീവജാലങ്ങളും, കോഴിയായിക്കോട്ടെ, പശുവായിക്കോട്ടെ, ആടായിക്കോട്ടെ, ഈ നമ്മളെ തേടി വരുന്ന ആഹാരം കിട്ടാൻ വരികയാണ് എന്ന് വിചാരിക്കും.
എന്നാൽ എല്ലാ നായ്ക്കളും നമ്മളെ ആഹാരത്തിന് വേണ്ടി അങ്ങനെ സമീപിക്കുന്നില്ല. ചിലർ മാത്രമേ സമീപിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കി നിങ്ങൾ പെരുമാറില്ല എന്നതുകൊണ്ടാണ് പണ്ടുള്ളവർ നമുക്ക് ഇത്തരം ജീവികളെ മുഴുവൻ ഓരോ ദേവന്മാരുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചത്. എല്ലാ എലികളും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. ഒരു കൂട്ടം എലികളുണ്ടെങ്കിൽ അതിൽ 1-2 എണ്ണം മാത്രമേ നിങ്ങളോട് അടുപ്പം കാണിക്കുള്ളൂ. അവരെയാണ് നിങ്ങൾ ആദ്യം അടിച്ചു കൊല്ലുകയും ചെയ്യുക. അതേപോലെയാണ് നമ്മുടെ വീട്ടിലേക്ക് എല്ലാ നായ്ക്കളും കയറി വരില്ല. കയറി വരുന്നതിന് നിങ്ങളുമായിട്ടൊരു മുജ്ജന്മ ബന്ധം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു പൂച്ചയാണ് എൻ്റെ വീട്ടിൽ തന്നെ വന്ന് നായയായി ജനിച്ച് എന്നതിന് എനിക്ക് വ്യക്തമായ തെളിവുണ്ട്. ഈ ആത്മീയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് ശാസ്ത്രീയമായി വിവരിക്കാനുള്ള മാർഗം ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിക്കാത്തത് കൊണ്ട് മാത്രം അവ അനുഭവിക്കുന്നവന് മാത്രം ഉള്ളതാണ് എന്നൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതായത് എൻ്റെ ആത്മീയ അനുഭവങ്ങൾ എനിക്ക് മാത്രമുള്ളതാണ്. അത് മറ്റൊരാളോട് വിശദീകരിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് അനുഭവമില്ലാത്തത് കൊണ്ട് അത് അയാൾക്ക് അന്ധവിശ്വാസമാണ്, ഇവൻ അന്ധവിശ്വാസിയാണ്, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയും. ഇത് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കാണുന്ന ലോകത്തെ അല്ല നിങ്ങൾ കാണുന്നത്. ശാസ്ത്രീയമായി തന്നെ പറയാം. ഈ ഇന്നലെ എൻ്റെ ഇന്നലെകൾ മറ്റൊരാളുടെ നാളെയാണ്. അതും ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നതൊന്നും സത്യമല്ല. ഞാൻ കാണുന്ന ചുവന്ന പൂവല്ല നിങ്ങൾ കാണുന്ന ചുവന്ന പൂവ്. ആ ചുവപ്പ് തന്നെ നിങ്ങളും ഞാനും കാണുന്നത് രണ്ട് തരത്തിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാതൊരു ദുരൂഹത അതിൽ ഉണ്ടാകും. അതിന് നിങ്ങൾ യൂട്യൂബിലുള്ള ശാസ്ത്ര ലേഖനങ്ങൾ കണ്ടാൽ മാത്രം മതിയാകും. ഇതെല്ലാം ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണ്. ആ ശാസ്ത്രത്തെ മുഴുവൻ ക്രോഡീകരിച്ച് നമുക്ക് ആചരിക്കാൻ വേണ്ടി, അതായത് ശാസ്ത്രം പഠിക്കാതെ തന്നെ ഒന്നും രണ്ടാണെന്ന് അറിയാത്ത കുട്ടിക്കും അത് എങ്ങനെ ജീവിതത്തിൽ കൊണ്ടു നടക്കാം എന്ന് കാണിച്ചു തന്നാണ് സനാതനധർമ്മത്തിലെ വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും. അതായത് അറിവില്ലാത്തവന് ആചരിക്കാൻ വേണ്ടി അവയെ പറഞ്ഞു തന്നു. അത് ആചരിക്കുന്നവന് ക്രമേണ ആ ആചാരത്തിൻ്റെ പേരിൽ അതിലൊരു വിശ്വാസം വന്നു. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം അത് അന്ധവിശ്വാസമായി മാറി. ഇങ്ങനെയൊരു നാൾ വഴി സനാതനധർമ്മത്തിന് വന്നു പോയിട്ടുണ്ട്. കാരണം എല്ലാ ശാസ്ത്രവും എല്ലാവർക്കും മനസ്സിലാകാവുന്ന വിധത്തിലുള്ള ലാളിത്യം നിറഞ്ഞതല്ല. ഇവിടെ സനാതനധർമ്മത്തിൽ ഗവേഷണം നടത്തിയിട്ട് ഞാനും എൻ്റെ ഏതാനും സുഹൃത്തുക്കളും കഠിനമായിട്ട് അതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലുള്ള സിദ്ധാന്തങ്ങളെ മുഴുവൻ മാത്തമാറ്റിക്കലായിട്ട്, ഇപ്പോൾ ജ്യോതിഷം നമ്മൾ മനസ്സിലാക്കുന്നതല്ല ജ്യോതിഷത്തിന് അതിലും വലിയൊരു കാണാത്ത തലമുണ്ട് എന്ന് ആ ഗവേഷണത്തിലൂടെ ഞങ്ങൾ കണ്ടെത്തി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്ത കാര്യങ്ങളുണ്ട്. അവ അറിഞ്ഞിട്ടുള്ളവർ അതിനെ ശാസ്ത്രീയമായിട്ടും ഗണിതശാസ്ത്രപരമായിട്ടും എല്ലാം അറിഞ്ഞിട്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തന്നു. ആ ഗണിതം മനസ്സിലാവാത്തവൻ, ആ ഫിസിക്സ് മനസ്സിലാവാത്തവർ, ആ കെമിസ്ട്രി മനസ്സിലാവാത്തവർ അതിനെ അങ്ങ് പാലിക്കുക. അതായത് ഗ്രഹണത്തിന് ഭക്ഷണം കഴിച്ചാൽ ദോഷമുണ്ട് എന്ന് കണ്ടെത്തിയ ഒരാൾ, അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ കണ്ടെത്തിയ ഒരാൾ അതിൻ്റെ ശാസ്ത്രം നിങ്ങൾക്ക് വിവരിച്ചാൽ മനസ്സിലാകില്ലെങ്കിലും ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കരുത് എന്നൊരു നിയമം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പാലിക്കുന്നു എങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നോ അങ്ങനെ ഒരു ഗുണം ഉണ്ടെന്നോ അല്ല ഇപ്പോൾ പറഞ്ഞത്, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇതേപോലെയാണ് ഓരോ ആചാരങ്ങളും ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് എൻ്റെ ആത്മീയ സാധനകളിലൂടെയാണ് വ്യക്തമാകുന്നത്, മറ്റൊന്ന് എൻ്റെ ഗണിതശാസ്ത്ര പഠനത്തിലൂടെയാണ് വ്യക്തമാകുന്നത്.